പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയായി കുറയ്ക്കാമെന്ന് തമിഴ്നാടിന്റെ ഉറപ്പ്. തേനി ജില്ലാ കളക്ടറാണ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഉറപ്പ് നൽകിയത്. അതേസമയം കൂടുതൽ ഷട്ടറുകൾ തുറക്കാൻ സാധ്യതയുള്ളതിനാൽ പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇടുക്കി ജില്ലാ കളക്ടർ വി രതീശനുമായി നടത്തിയ ആശയവിനിമയത്തിലാണ് ജലനിരപ്പ് 140 അടിയായി കുറയ്ക്കാമെന്ന് തേനി ജില്ലാ കളക്ടർ വെങ്കിടാചലം ഉറപ്പ് നൽകിയത്. വൈകിട്ട് ഇരുവരും തേനിയിൽ വെച്ച് തുടർ നടപടികൾ സംബന്ധിച്ച് ചർച്ച നടത്തിയ ശേഷം മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിച്ചു. രാവിലെ മുല്ലപ്പെരിയാറിലെ 3 ഷട്ടറുകൾ തുറന്ന തമിഴ്നാട് ഇടുക്കി അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ 600 ഘനയടി ജലം ഒഴുക്കുന്നുണ്ട്. 2000 ഘനയടി ജലം തേനിയിലെ വൈഗ അണക്കെട്ടിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. അണക്കെട്ടിലേക്ക് സെക്കൻഡിൽ ഒഴുകിയെത്തുന്ന 2600 ഘനയടി ജലം പൂർണ്ണമായും പുറത്തേക്കൊഴുകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ മുല്ലപ്പെരിയാർ ജലനിരപ്പ് 141.78 അടിയിലേക്ക് എത്തി. മഴ ഇനിയും തുടർന്നാൽ ഇടുക്കി അണക്കെട്ടിലേക്ക് കൂടുതൽ ജലമൊഴുക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇതുണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ പെരിയാറിന്റെ തീരത്ത് ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ്. കൂടുതലിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും തീരവാസികളുടെ വഴി തടസ്സപ്പെടുത്തി സ്വകാര്യ എസ്റ്റേറ്റ് ഉടമകൾ സ്ഥാപിച്ച വേലിക്കെട്ടുകളും ഗേറ്റുകളും പൊളിച്ചു നീക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം ഇന്നലെ രാത്രി മുന്നറിയിപ്പില്ലാതെ 8 ഷട്ടറുകൾ തുറന്ന തമിഴ്നാടിന്റെ ഏകപക്ഷീയ നടപടി സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചു. തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായതായും കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും പൂർണ്ണമായും അവഗണിച്ചതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ക്യാമറാമാൻമാരായ എബിൻ സാബുവിനും ലിബിൻ കെ ഉമ്മനുമൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.